കെ കരുണാകരന്റെ ചിത്രം പതിച്ച ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് ബി.ജെ.പി. മലപ്പുറം നിലമ്പൂരിലാണ് ബി.ജെ.പി. ഫ്ലക്സിൽ കരുണാകരനെ പ്രതിഷ്ഠിച്ചത്. കരുണാകരനെ അപമാനിക്കുന്നെന്ന് കാട്ടി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് കീറിയെറിഞ്ഞു. മലപ്പുറം നിലമ്പൂരിൽ പത്മജ വേണുഗോപാലിന് സ്വാഗതമോദി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലാണ് ബി.ജെ.പി. പ്രവർത്തകർ കരുണാകരന്റെ ചിത്രവും ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച കെ കരുണാകരന്റെ മകൾ പത്മജയെ സ്വാഗതം ചെയ്താണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. ബി.ജെ.പി. നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ നരേന്ദ്രമോദിക്കും പത്മജയ്ക്കുമൊപ്പം കരുണാകരനെയും ഉൾപ്പെടുത്തിയതാണ് വിവാദമായിരിക്കുന്നത്. എന്നാൽ കരുണാകരന്റെ ചിത്രം അനാവശ്യമായി ബി.ജെ.പി. ഫ്ലക്സിൽ ഉപയോഗിച്ചത് ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ കരുണാകരനെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പരാതിയിൽ പറയുന്നത്. ബോർഡ് നീക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ബി.ജെ.പിക്കാരോട് ബോർഡ് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷവും ബോർഡ് മാറ്റാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടൗണിലെത്തി ഫ്ലക്സ് ബോർഡുകൾ കീറിയെറിഞ്ഞു. ശുദ്ധ തോന്നിയാസവും വില കുറഞ്ഞ രാഷ്ട്രീയവുമാണ് ബി.ജെ.പി. ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഏറെ ബഹുമാന്യനും ആരാധ്യനുമായിരുന്ന ലീഡർ കെ കരുണാകരൻ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം. ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. കെ കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കൊയ്ത്ത് ഇവിടെ നടത്തുന്നത്. അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഒരു കോൺഗ്രസ്സുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി.ജെ.പി. രാഷ്ട്രീയം കളിക്കണ്ട. നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ അവരെ നിങ്ങളെടുത്തോ, അവരെ ഫോട്ടോ വെച്ചോ, പ്രചരണം നടത്തിക്കോ. പക്ഷെ കെ കരുണാകരനെ പോലുള്ളൊരു നേതാവ്, ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചത് ഇവിടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ്. ഇനിയും ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് കണ്ടപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ നേരിട്ടുകൊണ്ട് ഈ ഫ്ലക്സ് ഇവിടുന്ന് കീറിക്കളയുന്നത്. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും അതിശക്തമായിക്കൊണ്ട് ഇതിനേക്കാൾ കൂടുതലായി പ്രതികരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു.